ഹലോ, നാഷണൽ ഹൈവേ 66-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മലപ്പുറം ജില്ല മുഴുവനായിട്ടും ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മൾ മൊത്തത്തിൽ ഓരോ ജില്ലയെ കവർ ചെയ്യുമ്പോഴും അത് ജില്ലാ ബേസിൽ ഏകദേശം ഓരോ ഭാഗങ്ങളും ഏകദേശം ഒരു ലെവലിൽ എത്രത്തോളം എത്തി നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ച നമ്മൾ എല്ലാ ജില്ല കഴിയുമ്പോഴും ചെയ്യാറുണ്ട്. കാസർഗോഡിലും അതുപോലെ തന്നെ കണ്ണൂരും കോഴിക്കോടും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തുടർച്ച എന്നുള്ള രീതിയിലാണ് മലപ്പുറം ജില്ലയുടെയും ഏകദേശം വർക്കുകൾ നമ്മൾ ഏകദേശം ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ നമ്മൾ ഇതുവരെ ചെയ്ത 8-9 എപ്പിസോഡുകൾ മുഴുവനായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ ടൗണുകളും ചെറിയ രീതിയിലുള്ള ഒരു കാഴ്ച ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളും മലപ്പുറം ജില്ലയുടെ 8-10 എപ്പിസോഡുകളൊക്കെ കണ്ട ആളുകൾ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണണമെന്നില്ല, അവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് മലപ്പുറം ജില്ലയുടെ മുഴുവൻ കാഴ്ചകളും വളരെ ചെറിയ രീതിയിലുള്ള ഷോർട്ടായിട്ടുള്ള ഓരോ ടൗണുകളും ചെറിയ രീതിയിലുള്ള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കാഴ്ച മാത്രമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ ഒപ്പം ചെറിയ രീതിയിലുള്ള കുറവുകളുണ്ട്. കാരണം ഇത് ഒരു മാസത്തോളം മുന്നേ എടുത്ത വീഡിയോസുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ തുടക്ക ഭാഗമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസുകളല്ല, എന്നാലും ഏകദേശം ഒരു ഏകത്തുക. കാരണം ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് വലിയ രീതിയിലുള്ള വർക്കുകളൊന്നും മലപ്പുറം ജില്ലയിൽ മുഴുവനായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, എന്നാലും ഒരു ആകത്തുക എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപരേഖ നമുക്ക് മലപ്പുറം ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു രൂപരേഖ ഏകദേശം കിട്ടാമെന്നുള്ളൊരു വീഡിയോ എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുന്നവർക്ക് ഉപയോഗപ്പെടാം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ അതല്ലാത്തവർക്ക് തീർച്ചയായും ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ 66 ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ പലർക്കും ഉള്ളതാണ്, പല രീതിയിലുള്ള. പിന്നെ പ്രത്യേകിച്ച് ടോൾ പ്ലാസ, അതുപോലെ എൻട്രി എക്സിറ്റ്, അതുമായി ബന്ധപ്പെട്ട അറിയാത്ത പല കാര്യങ്ങളും. അപ്പോൾ അതിൽ തന്നെ എനിക്ക് അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാം എന്നുള്ള രീതിയിലും എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതോടൊപ്പം ഉണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അങ്ങനെയും സംസാരിച്ച് പോകാം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ടോൾ പ്ലാസ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സംശയമുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം പല ആളുകളും മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും വലിയ രീതിയിലുള്ള ടോൾ പ്ലാസകൾ വരും എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം കേരളത്തിലെ 11 ടോൾ പ്ലാസകളാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അത് തന്നെ ഏകദേശം ഒരു ജില്ലയിൽ ഒരു ടോൾ പ്ലാസ എങ്ങാനും വരുന്നുണ്ടാവുള്ളൂ ആവറേജ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ 1 വരുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് 2 ടോൾ പ്ലാസകൾ വരുന്നുണ്ട്. അതിൻ്റെ തുടക്കത്തിലൊന്നും അതുപോലെ അവസാനത്തിലൊന്നുമാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 11 ടോൾ പ്ലാസകളാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും കൊണ്ടും ഉണ്ടാവാം. പിന്നെ ടോൾ പ്ലാസയുടെ ഒരു നിയമം അനുസരിച്ച് ഏകദേശം ഒരു 50-60 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞ് കേട്ടത്. അപ്പോൾ ആ കണക്കിന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും ടോൾ പ്ലാസകൾ വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത്രയും ഡിസ്റ്റൻസുകൾ എന്തായാലും ഉണ്ടാവും. ആ കണക്കിൽ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 അതിൽ 11 ഒക്കെ വരാനുള്ള സാധ്യത തന്നെ ഉള്ളൂ ടോൾ പ്ലാസക്ക്. അപ്പോൾ അങ്ങനെയാണ് ടോൾ പ്ലാസ വരുന്നത്. പിന്നെ മാത്രമല്ല, ടോൾ പ്ലാസകൾ ഇല്ലാതെ തന്നെ പല സ്ഥലത്തും നമുക്ക് മെയിൻ ഹൈവേയിലേക്ക് കയറാനുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. എൻട്രി എക്സിറ്റ് എന്ന് പറയും. എൻട്രി എക്സിറ്റ് നമുക്ക് ഒരുപാട് സ്ഥലത്തുണ്ട്. നമ്മൾ മാഹിയിൽ റോഡിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് മുഴുവനായിട്ട് നമ്മൾ പോയി അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏകദേശം ഒരു 3 കിലോമീറ്ററിലൊക്കെ അവിടെ ആവറേജ് 3-4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എൻട്രി എക്സിറ്റ് വരുന്നുണ്ട്. ഏകദേശം 18 കിലോമീറ്റർ മാത്രമുള്ള മാഹി ബൈപ്പാസിൽ 5-6 സ്ഥലത്ത് എൻട്രി എക്സിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ കണക്കിന് പല സ്ഥലത്തും NH66 ടോട്ടലി എല്ലാ കേരളത്തിലും ഒരു 5-6 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഒരു എൻട്രി എക്സിറ്റ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്തായാലും അതിൽ കൂടുതലൊന്നും എൻട്രി എക്സിറ്റ് വരാതിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്ന് നമുക്ക് ഈ ഹൈവേയിലേക്ക് കയറാനുള്ള ഓപ്ഷൻസുകളുണ്ട്, അതെന്തായാലും ഉണ്ടാവും. പിന്നെ ടോൾ എന്ന് പറയുന്നത് ടോളിൻ്റെ അമൗണ്ടും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ടോൾ ഒരു വലിയ വിഷയം തന്നെയാണ്. പക്ഷേ ടോൾ കൊടുക്കാതെ തന്നെ നമുക്ക് സർവീസ് റോഡിലൂടെ ഒരുപാട് യാത്ര ചെയ്യാനും പറ്റും. അങ്ങനെ പറയുമ്പോഴും സർവീസ് റോഡിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചില കുറവുകൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സർവീസ് റോഡ് പല സ്ഥലത്തും ഈ 7 മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് സർവീസ് റോഡ് ഇവർ വരുന്നതെങ്കിലും സർവീസ് റോഡ് പല സ്ഥലത്തും 7 മീറ്റർ കാണുന്നില്ല. നമ്മൾ പല സ്ഥലത്തും അളന്ന് നോക്കി. അപ്പോൾ ചില സ്ഥലത്തൊക്കെ 4 മീറ്ററിൽ മാത്രം കുറഞ്ഞതും അതുപോലെ ഒക്കെ
സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല സർവീസ് റോഡ് മെയിൻ 6 വരി പാതയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമല്ലാത്ത രീതിയിലാണ് നിർമ്മിക്കുന്നത്. പല സ്ഥലത്തും അത് കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ കുളപ്പുറം അടുത്ത് കൂരിയാടിനടുത്തൊക്കെ 2018-ലും 2019-ലും വെള്ളം കയറിയ സ്ഥലത്ത് ആ രീതിയിൽ പിന്നെ രണ്ടും അത്യാവശ്യം വെള്ളപ്പൊക്കം ഉള്ള സമയത്ത് തന്നെയാണ്. എന്നാൽ പോലും കുറച്ചുകൂടി ഒരു മീറ്ററെങ്കിലും ഉയർത്തി ഉണ്ടാക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സർവീസ് റോഡ്. പക്ഷേ അവിടെ സർവീസ് റോഡ് വളരെ താഴ്ന്നുകൊണ്ടാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും അത് വലിയൊരു സങ്കടകരമായ സാഹചര്യം തന്നെയാണ്. അത് എന്തുകൊണ്ട് അത്തരം രീതിയിൽ ഉയർത്താതെ പോയതെന്നുള്ളത് പിന്നെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയ വിഷയം തന്നെയാണ്. കാരണം ഭാവിയിൽ ഇനിയും വെള്ളം കയറാനുള്ള പല സമയത്തും അത് വെള്ളപ്പൊക്കമുള്ള 2018-ലും 2019-ലും മാത്രമല്ല മറ്റു പല സമയത്തും ഏകദേശം റോഡിൻ്റെ ലെവൽ വരെ വെള്ളം കയറുന്ന ഏരിയ തന്നെയാണ് ഈ കൂരിയാട് ഭാഗങ്ങൾ. അപ്പോൾ അവിടേക്ക് ഉയർത്താതെ എങ്ങനെ വന്നു എന്നുള്ളത് സംശയം തന്നെയാണ്, ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. കാരണം മെയിൻ 6 വരി പാത ഇവർ എവിടെയും ഒരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിൽ നല്ല ഹൈറ്റിൽ ഉയർത്തിക്കൊണ്ട് വെള്ളം കയറാത്ത രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ മെയിൻ 6 വരി പാത അല്ലാതെ സർവീസ് റോഡിന് അത്ര തന്നെ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാവരും മെയിൻ 6 വരി പാതയിലൂടെ കടന്നു പോകണം, എല്ലാവരും ടോൾ കൊടുത്തുകൊണ്ട് തന്നെ പോകണം എന്നുള്ളതൊക്കെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കാം എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം സർവീസ് റോഡിലുണ്ട്. എന്തായാലും മെയിൻ 6 വരി പാതയുടെ അതുപോലെ തന്നെ വീതിയുടെ വ്യത്യാസവും നമ്മൾ പല സ്ഥലത്തും മെയിൻ സർവീസ് റോഡിൻ്റെ വീതി പല സ്ഥലത്തും ഒരു 4 മീറ്ററായിട്ടും അല്ലെങ്കിൽ 5 മീറ്ററായിട്ടും ഒക്കെ കുറഞ്ഞത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 7 മീറ്ററാണ് അവർ പറയുന്നത്. അത് വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ 7 മീറ്റർ കാണുന്നുള്ളൂ. 7 മീറ്ററും കുറേ സ്ഥലത്തൊക്കെ ഉണ്ട്. എന്നാലും പക്ഷെ പല സ്ഥലത്തും അതിൽ അവർ 4 മീറ്ററാക്കിയിട്ടൊക്കെ കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു 7 മീറ്റർ തന്നെ ആക്കി ഉയർത്താൻ പറ്റുമായിരുന്നു അവർക്ക് പല സ്ഥലത്തും. പക്ഷേ എന്തുകൊണ്ടാണ് അത് വളരെ കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് അവർ തയ്യാറായതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ നമ്മൾ മെയിൻ 6 വരി പാതയുടെ വർക്കിൽ മൊത്തത്തിൽ ഏകദേശം ഒരു 3.5 മീറ്ററിലെ വീതിയിൽ 3 റോഡുകളാണ്, 3 പാതകളാണ് ഒരു ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം 3.5 മീറ്റർ എന്ന് പറയുമ്പോൾ 10.5 മീറ്ററാണ് ഒരു വീതി വരിക. അപ്പോൾ നമ്മൾ അളന്ന് നോക്കിയപ്പോൾ 13 മീറ്ററിൻ്റെ അടുത്ത് ഏകദേശം വീതി വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ അത് പിന്നെ ബാക്കിയുള്ള സ്പേസ് എന്ന് പറയുന്നത് ഒരു നടപ്പാത അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. ഉണ്ടാവണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നടപ്പാത ഒരു വിഷയം തന്നെയല്ലേ, ആളുകൾക്ക് നടക്കാനുള്ളൊരു സൗകര്യം പിന്നെ എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം സർവീസ് റോഡിൽ എന്തായാലും അങ്ങനെ ഒരു സൗകര്യം കാണുന്നില്ല. എന്തായാലും അപ്പോൾ ഇത് മെയിൻ 6 വരി പാതയിൽ നടക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. ഇനി ഈ പ്ലാനിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളൊരു മനസ്സിലാവുന്നില്ല, ഒരു കൃത്യമായ രൂപം പുറത്തു വരുന്നിട്ടില്ല. പിന്നെ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ മാഹി ബൈപ്പാസിലൊക്കെ പോയപ്പോൾ അവിടുന്ന് മനസ്സിലാക്കിയത് അവിടെ ഒന്നും നടപ്പാതായിട്ടുള്ള രീതിയിൽ മാത്രം ചേഞ്ച് ചെയ്ത് വിട്ടിട്ടില്ല. അവിടെയൊക്കെ ഒരു ചെറിയ സാധാരണ രീതിയിൽ ഒരു ലൈൻ ഇട്ടു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആ ഭാഗത്തൂടെ നടക്കുക അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് അത്യാവശ്യ രീതിയിൽ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആക്സിഡൻ്റലി അങ്ങനത്തെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനോ ഒക്കെ രീതിയിലുള്ളൊരു മാർക്കിംഗ് എന്നുള്ള രീതിയിൽ കുറച്ച് സ്പേസ് അവിടെ മാറ്റി വിട്ടു എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും അതിലൊരു കൃത്യത വരേണ്ടതുണ്ട്. നടപ്പാതെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. പിന്നെ അപ്പോൾ ആ ഒരു വിഷയം ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ മൊത്തത്തിലുള്ള വർക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരു ആവറേജ് ലെവലിൽ ഏകദേശം ഒരു 50% വർക്കുകൾ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ കുറഞ്ഞ ഏരിയയിൽ തീരെ വർക്കുകൾ നടക്കാത്ത ഏരിയകളുണ്ട്. എന്നാൽ വലിയ ഹൈ ലെവലിൽ ഏകദേശം ഫുൾ ലെവലിൽ എത്തി നിൽക്കുന്ന ഏരിയകളുണ്ട്. മാർക്കിങ് മാത്രം കംപ്ലീറ്റ് ആവാനുള്ള ഭാഗങ്ങളും ഉണ്ട് മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഒരു 50% വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓവർപാസുകളാണ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും ഓവർപാസുകൾ വരുന്നുണ്ടെങ്കിലും കുറവാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ വലിയ രീതിയിലുള്ള ഓവർപാസുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തതാണ്. ഇത് ഓവർപാസ് വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ മലപ്പുറം എന്ന് പറയുന്ന പേരിൽ തന്നെ നമുക്കറിയാം ഒരു മല രീതിയിൽ ഉയർന്നും താഴ്ന്നും വരുന്ന ഏരിയകളാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രദേശമായതുകൊണ്ടാണ്
പല ഭാഗത്തും ഈ ഓവർപാസുകൾ വരുന്നത്. ഓവർപാസ് നമുക്കറിയാൻ പറ്റുന്നത് ഇപ്പോൾ അണ്ടർപാസ് അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് രീതിയിൽ നമ്മൾ പറയുന്നതാണ് കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയും, പുഴകളോ അല്ലെങ്കിൽ തോടുകളെയൊക്കെ പിന്നെ മറികടന്ന് പോകുന്നതിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്, പാലം നമുക്കറിയാൻ പറ്റും. പിന്നെ അതിൽ തന്നെ വയഡക്റ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇതേ ബ്രിഡ്ജുകൾ തന്നെയാണ്, പക്ഷേ അടിഭാഗത്ത് പിന്നെ ചതുപ്പ് പ്രദേശങ്ങളായിരിക്കും. പ്രത്യേകിച്ച് വാഹനങ്ങൾ പോകാനുള്ള സൗകര്യമോ അതുപോലെ തന്നെ പുഴകളോ അല്ലെങ്കിൽ തോടുകളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ചതുപ്പ് പ്രദേശങ്ങളായിരിക്കും, യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഏരിയകളിലായിരിക്കും. അതിനാണ് പൊതുവെ വയഡക്റ്റ് എന്ന് പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫ്ലൈ ഓവർ എന്ന് പറയുന്നത് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡിൻ്റെ മുകൾ ഭാഗത്തുകൂടെ മറ്റൊരു പിന്നെ പാലം പോകുന്നതിനാണ് പൊതുവെ ഫ്ലൈ ഓവർ എന്ന് പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മെയിൻ NH-66 മെയിൻ ഹൈവേ കടന്നു പോകുന്നതിൻ്റെ താഴ് ഭാഗത്തിലൂടെ കടന്നു പോകുന്ന മറ്റു റോഡുകളെയാണ് നമ്മൾ ഈ അണ്ടർപാസ് എന്ന് പറയാറുള്ളത്. അതുപോലെ ഓവർപാസ് നേരെ തിരിച്ച് മെയിൻ ഹൈവേയുടെ കുറുകയായിട്ട് മുകൾ ഭാഗത്തുകൂടി കടന്നു പോകുന്ന പാസിംഗ് റോഡുകളാണ് നമ്മൾ ഓവർപാസ് എന്ന് പറയുന്നത്, പാസിംഗ് ഏരിയകളെ. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ മെയിനായിട്ട് ഈ ഓവർപാസ് നിർമ്മിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവങ്ങൾ വരിക. കാരണം ഓവർപാസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഉയരം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ നിർമ്മിക്കേണ്ടി വരും. കാരണം ഓവർപാസിൻ്റെ മെയിൻ 6 വരി പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് വലിയ ഇൻ്റർനാഷണൽ ലെവലിലുള്ള വാഹനങ്ങളായിരിക്കും. അപ്പോൾ അതുപോലെ വലിയ രീതിയിലുള്ള വാഹനങ്ങളും മെയിൻ 6 വരി പാതയിലൂടെ കടന്നു പോകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ 6 വരി പാതയിലൂടെ ഉണ്ടാക്കുന്ന ഓവർപാസുകൾ എന്തായാലും വലിയ രീതിയിലുള്ള ഹൈറ്റ് 5.5 മീറ്റർ എങ്ങാനുമാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഹൈറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പിന്നെ ഹൈറ്റ് എല്ലാ സ്ഥലത്തും മെയിൻറ്റെയിൻ ചെയ്തിട്ടുകൊണ്ടാണ് പിന്നെ NH-66 മെയിൻ പാതയിൽ ഓവർപാസുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ അണ്ടർപാസുകൾ പക്ഷേ പല സ്ഥലത്തും 4 മീറ്ററിലും 4.5 മീറ്ററിലും 5 മീറ്ററിലൊക്കെ കാണുന്നുണ്ട്. അത് പക്ഷേ അത് ആ ഭാഗത്തുള്ള വാഹനങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. കാരണം ബാക്കിയുള്ള വാഹനങ്ങൾക്ക് മെയിൻ 6 വരി പാതയിലൂടെ പല സ്ഥലത്തേക്കും സഞ്ചരിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഓവർപാസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സ്ട്രീം ട്രെയിനിങ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം, തോടുകളൊക്കെ ഗതി മാറ്റി വയ്ക്കുന്ന സംഭവത്തിനാണ് സ്ട്രീം ട്രെയിനിങ് എന്ന് പറയാറുള്ളത്. കലുങ്കുകൾ നമുക്കറിയാം ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് വെള്ളം ഒഴുകുന്നതിന് വേണ്ടിയൊക്കെ നിർമ്മിക്കുന്നതാണ്. പല ഭാഗത്തും നമുക്ക് ഇതേ വാക്കുകൾ എന്ന് പറയുന്നത് പല സ്ഥലത്തും നമുക്ക് ഈ വാക്കുകൾ മനസ്സിലാവാതെ വരും. അതുകൊണ്ടാണ് നമ്മളിത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടി പറയാമെന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പിന്നെ ഒരുപാട് ഇങ്ങനത്തെ അറിയാത്ത കുറേ സംഭവങ്ങളുണ്ട്. ഏതായാലും മാത്രം പ്രത്യേകമായിട്ട് NH-66 ബന്ധപ്പെട്ട ഡാറ്റകളും സംഭവങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഏകദേശം 75 കിലോമീറ്ററാണ് ഈ NH-66 കടന്നു പോകുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു ആവറേജ് രീതിയിലാണ് NH-66 കടന്നു പോകുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്ത് ആലപ്പുഴ ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ കുറച്ച് നീളത്തിലുള്ള ഒരു ജില്ല ആയതുകൊണ്ടാണ് അത്രയും പിന്നെ ലോങ് ആയിട്ട് കടന്നു പോകുന്നത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കുറവ് എറണാകുളത്താണെന്ന് തോന്നുന്നു, 50 കിലോമീറ്റർ എങ്ങാനുമാണ് എറണാകുളം ജില്ലയിലൂടെ കടന്നു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വയനാട്, ഇടുക്കി, പാലക്കാട്, അതുപോലെ കോട്ടയം, അങ്ങനെ ഒരു 4-5 ജില്ലകളിലൂടെ ഈ NH-66 ടച്ച് ചെയ്യുന്നില്ല. NH-66 ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് ടൗണുകളെ കണക്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ് NH-66 ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരുപാട് ടൗണുകളെ കണക്ട് ചെയ്യുന്നു. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയും ഒക്കെ കണക്ട് ചെയ്തു. വലിയ വലിയ ടൗണുകൾ, ബാംഗ്ലൂർ പോലത്തുള്ള ടൗണുകളുടെ ഏകദേശം ഏരിയകളിൽ കണക്ട് ചെയ്തുകൊണ്ട്, ബാംഗ്ലൂർ ടൗണിനെ കണക്ട് ചെയ്യുന്നുണ്ട് എന്നല്ല, ഏകദേശം ഏരിയകളിലൊക്കെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഒരു കണക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഭാവിയിൽ ഹെൽത്ത് മേഖലയിലും സ്പോർട്സ് മേഖലയിലും ബിസിനസ് മേഖലയിലും ടൂറിസം മേഖലയിലൊക്കെ വലിയ കുതിച്ചുചാട്ടം തന്നെ കേരളത്തിന് ഉണ്ടാക്കാൻ ഈ ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലൂടെയാണ് NH-66 കൂടുതലായിട്ട് കടന്നു പോകുന്നതെന്ന് പറയുന്നത്. NH-66 എന്ന് പറയുന്നത് തുടക്കം കന്യാകുമാരിയിൽ നിന്നാണ്. തമിഴ്നാടിൻ്റെ കന്യാകുമാരി മുതൽ മുംബൈക്കടുത്തുള്ള പാൻവേൽ വരെ, മഹാരാഷ്ട്രയിലെ മുംബൈക്കടുത്തുള്ള പാൻവേൽ വരെയാണ് 1640 കിലോമീറ്ററാണ് NH-66 കടന്നു പോകുന്നത്. 1640 എന്നുള്ളത് ചില സ്ഥലത്ത് 1622 കിലോമീറ്റർ ഒന്നും കാണുന്നുണ്ട്. അതെന്താണ് സംഭവം എന്നുള്ളതിൽ ഒരു ചെറിയ സംശയമുണ്ട്.
എന്തായാലും 5 സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട് ഈ NH-66 എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലൂടെ ഏകദേശം 56 കിലോമീറ്ററാണ്, കേരളത്തിലൂടെ 678 കിലോമീറ്ററാണ്. കേരളത്തിലൂടെയാണ് NH-66 കൂടുതലായിട്ട് കടന്നു പോകുന്നത്. അതുപോലെ തമിഴ്നാട്ടിലൂടെ ആണ് കുറവായിട്ട് കടന്നു പോകുന്നത്. പിന്നെ കർണാടകയിൽ 298 കിലോമീറ്ററും ഗോവയിൽ 137 കിലോമീറ്ററും മഹാരാഷ്ട്രയിൽ 475 കിലോമീറ്ററുമാണ് ഈ NH-66 കടന്നു പോകുന്ന ഭാഗം എന്ന് പറയുന്നത്. NH-66 എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഹൈവേ അല്ല. ഇന്ത്യയിൽ 9ാം സ്ഥാനമാണ് ഈ NH-66 വലിപ്പത്തിൽ ദൂരത്തിൽ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വരുന്നത്. ഏറ്റവും ടോപ്പായിട്ട് ദൂരത്തിൽ കടന്നു പോകുന്ന ഹൈവേ എന്ന് പറയുന്നത് NH-44 ആണ്. അത് കന്യാകുമാരി മുതൽ നമ്മുടെ ശ്രീനഗർ വരെ, തമിഴ്നാടിൻ്റെ കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ, ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഏരിയയിലുള്ള ശ്രീനഗർ വരെ, ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ അത് കേന്ദ്രഭരണ പ്രദേശമാണ്. എന്തായാലും അവിടെയുള്ള ശ്രീനഗർ വരെയാണ് ഈ NH-44 കടന്നു പോകുന്നത്. ഏകദേശം 4000 കിലോമീറ്ററിൻ്റെ മുകളിൽ NH-44 കടന്നു പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അത് എന്ന് പറയുന്നത് ഒരു 6 വരി പാത എല്ലാ സ്ഥലത്തും ഇല്ല എന്നാണ് പിന്നെ അറിയാൻ പറ്റുന്നത്. പല സ്ഥലത്തും 2 വരിയും പിന്നെ 4 വരിയും ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും NH-66 6 വരി പാതയാണ് കൂടുതൽ സ്ഥലത്തും പോകുന്നത്. പിന്നെ കർണാടകയിലും അതുപോലെ മറ്റ് പല സ്ഥലത്തും 8 വരി പാതയായി കടന്നു പോകാനുള്ള രീതിയിൽ സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ചില സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലത്ത് 4 വരി പാതയിലൂടെ പോകുന്ന ഏരിയകളുണ്ടെന്നും അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ NH-66 പല സ്ഥലത്തും കൂടുതൽ സ്ഥലത്തും സർവീസ് റോഡുകളുണ്ട്. പക്ഷേ സർവീസ് റോഡുകളില്ലാതെ പോകുന്ന പല ഏരിയകളുമുണ്ട്. കേരളത്തിൽ തന്നെ ചില ഏരിയകളിലൊക്കെ സർവീസ് റോഡുകളില്ലാതെ പോകുന്ന ഏരിയകളുമുണ്ട് ഈ NH-66 പല ഭാഗങ്ങളും. അതുപോലെ തന്നെ NH-66 ഇപ്പോൾ കേരളത്തിൽ 6 വരി പാതയാണ് നിലവിൽ. പല സ്ഥലത്തും ഭാവിയിൽ ഒരു 8 വരി പാതയാക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥലം നോക്കി വെക്കുന്നുണ്ട്. പല സ്ഥലത്തും 7 മീറ്റർ വിട്ടിട്ട് കെട്ടിടങ്ങൾ അനുവദിക്കുന്നുള്ളൂ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അതിലൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ടാവും. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും ഒരു 30-40 വർഷം കഴിഞ്ഞാൽ ഇതേ റോഡ് തന്നെ ഇനിയും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും ബ്ലോക്കുകളും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 40 വർഷത്തേക്കൊക്കെ നല്ല സുഖമായിട്ട് തന്നെ ഈ NH-66 സഞ്ചരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ എന്നാലും വലിയ ബുദ്ധിമുട്ടുകൾ 40 വർഷമൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു NH-66 എന്തുകൊണ്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കേരളത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ, പോയിക്കൂടാ എന്നുള്ള രീതിയിലൊരു പിന്നെ അഭിപ്രായം ഉന്നയിച്ചിരുന്നു. അത് ഒരു വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ സ്ഥലമേറ്റെടുക്കൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം അതിനുമാത്രമുള്ള കോസ്റ്റ് വേണം, ചെലവ് നമുക്ക് വഹിക്കാൻ പറ്റണം, അതിനുമാത്രമുള്ള പിന്നെ സാമ്പത്തിക അവസ്ഥ വേണം. കാരണം ഒരുപാട് ആളുകളെ എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിച്ചാൽ മാത്രം പോരാ, അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുത്തിട്ട് അത് ഏറ്റെടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നമുക്ക് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ ഏറ്റെടുക്കുകയും വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹൈവേ ഉണ്ടാക്കാനും കേരളത്തിന് പറ്റും. അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. കാരണം വലിയ എക്സ്പെൻസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ 66,000 കോടി എങ്ങാനുമാണ് ഏകദേശം കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കോടി കണക്കാക്കിയാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഹൈവേ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിന് മുമ്പ് തന്നെ കേരളം ഒരു വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന ശ്രദ്ധാകേന്ദ്രമായി മാറുവാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കേരളത്തിൻ്റെ ജനസാന്ദ്രത കാരണം ഒരു വലിയൊരു എക്സ്പെൻസ് ചിലവാക്കാതെ അത്തരം ഒരു പിന്നെ ചിന്ത ഉണ്ടാകുന്നതിൽ കാര്യമില്ലാത്തതുകൊണ്ട് എന്തായാലും ആ വിഷയത്തിൽ കാര്യമില്ല. എന്തായാലും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും കേരളത്തിൽ വലിയൊരു വ്യത്യാസം തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും പിന്നെ അതിനെക്കുറിച്ച് എന്തായാലും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. പിന്നെ NH-66 ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. കാരണം ഈ പറയുന്ന രീതിയിൽ സ്ട്രൈറ്റായി നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 വർഷത്തേക്കോ അല്ലെങ്കിൽ 200 വർഷത്തേക്കൊക്കെ ഒരേ ഹൈവേയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. കാരണം അത് 10 വരിയായി നിർമ്മിച്ചാൽ മാത്രം മതി. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഹൈവേ ആണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈവേ തന്നെ ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് നിലവിലെ നമ്മുടെ ഹൈവേ NH-66 നിലവിലെ അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള NH-66 കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വലിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം നമുക്ക് സേഫ്റ്റി വാൾ മാത്രം നോക്കിയാൽ തന്നെ വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും. കാരണം സേഫ്റ്റി വാൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂർ പോലത്തെ പല ടൗണുകളിലും പശുക്കളൊക്കെ അതുപോലെ തന്നെ തെരുവ് നായ്ക്കളൊക്കെ ഈ മെയിൻ
പാതയിൽ തന്നെ വന്ന് കിടക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഈ സേഫ്റ്റി വാൾ നിർമ്മിക്കുന്നതോടുകൂടി തന്നെ ഇല്ലാതാവും. അപ്പോൾ നമ്മൾ തന്നെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും ആടുകളൊക്കെ അയച്ചു വിട്ടിട്ട് റോഡ് സൈഡുകളിലൊക്കെ അയച്ചു വിടുന്ന പല ആളുകളെ നമുക്ക് കാണാറുണ്ട്. അതൊക്കെ വലിയ മെയിനായിട്ട് യാത്ര ചെയ്യുന്ന പല ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നേരിടുന്നത്. അപ്പോൾ ഏതായാലും ഈ സേഫ്റ്റി വാൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ആടുകൾക്കാണെങ്കിലും പശുക്കൾക്കാണെങ്കിലും തെരുവ് നായ്ക്കൾക്കാണെങ്കിലും ഒന്നും മെയിൻ ആറുവരി പാതയിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത് വലിയ രീതിയിലുള്ള സേഫ്റ്റി തന്നെയാണ്. കാരണം അതിന് മാത്രം രീതിയിൽ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അങ്ങനെ പിന്നെ ഒരുപാട് പിന്നെ ഡിവൈഡർ അപകടങ്ങൾ വലിയ രീതിയിൽ കുറക്കുന്ന ഒരു സംഭവമാണ് ഡിവൈഡർ. ഈ NH-66 എല്ലാ സ്ഥലത്തും ഡിവൈഡർ ഉണ്ടെന്ന് പറയുന്നത് NH-66 വലിയൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ഡ്രൈവിന് പല സ്ഥലത്തും പിന്നെ ലൈറ്റ് വരുമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഭാവിയിൽ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ലൈറ്റുകൾ വരേണ്ടതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നൈറ്റ് ഡ്രൈവും വളരെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവ് തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ടാറിങ്ങിൻ്റെ കപ്പാസിറ്റി നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ടത് തന്നെയാണ്. കാരണം നമുക്ക് കേരളത്തിൽ 4 വർഷമോ 5 വർഷമോ മാത്രം നിൽക്കുന്ന ടാറിങ് ആണ് ഈ NH-66 ടാറിങ് എന്ന് പറയുന്നത് 4ഉം 5ഉം ലെയറുകളായിട്ട് നിർമ്മിക്കുന്ന ടാറിങ്. അപ്പോൾ അതിന് 15-20 വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ടാവും. എന്തായാലും നാഷണൽ ഹൈവേ 66മായി ബന്ധപ്പെട്ട കാഴ്ചകൾ നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സന്ദർശിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ 66 പുതിയ വിവരങ്ങളും കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തൃശ്ശൂർ മുതൽ ഇത് ഏകദേശം മലപ്പുറം ജില്ല വരുന്നത് രാമനാട്ടുകര മുതൽ തങ്ങൾപ്പടി വരെയാണ്. അതായത് നമ്മുടെ അണ്ടത്തോടിൻ്റെ അടുത്തുള്ള തങ്ങൾപ്പടി വരെയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് തൃശ്ശൂർ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയും അടുത്ത എപ്പിസോഡുകളിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.